ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഗവേഷണം, വിതരണ ശൃംഖല, ഗുണമേന്മ എന്നിവയിൽ സ്വകാര്യ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വേദിയാകുന്ന ആഗോള നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിഷൻ 2031 നവകേരളത്തിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അതിന് കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനത്തിനും ദുബായിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമാകാനുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഗവേഷണം, വിതരണ ശൃംഖല, ഗുണമേന്മ എന്നിവയിൽ സ്വകാര്യ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ വേദിയാകുന്ന ആഗോള നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. ഉച്ചകോടിയോടനുബന്ധിച്ചു സംഘടിപ്പിക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനത്തിനും ദുബായിൽ തുടക്കമായി. ഇന്ത്യയുടെ പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ ആഗോള ആരോഗ്യ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായെന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യവേ കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. ഫെബ്രുവരി 17 വരെയാണ് സമ്മേളനം. വിഷൻ 2031 നവകേരളത്തിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അതിന് കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷൻ 2031 വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കാലഘട്ടത്തിനനുസരിച്ച് കേരള വികസന മാതൃകയെ നവീകരിച്ച് പുതിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുമുള്ള വ്യവസായ വളർച്ചയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. As Kerala approaches its 75th year, the goal is not merely to celebrate past achievements. The goal is to prepare for the future, an economy that is productive and knowledge-based, a society that is inclusive and just, a state that is resilient in the face of climate challenges, and a democracy that continues to value discussion and participation. The success of Vision 2031 will depend not only on government action, but on the collective effort of all sections of society. ചടങ്ങിൽ മന്ത്രി GR അനിൽ അധ്യക്ഷനായി. നോബൽ ജേതാവ് അമർത്യ സെൻ, ചരിത്രകാരി റൊമില ഥാപ്പർ എന്നിവർ ഓൺലൈനായി പങ്കെടുത്തു. ഈ മാസം 17 വരെ നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ മേഖലകളിലെ ദേശീയ, അന്തർദേശീയ വിദഗ്ധർ പങ്കെടുക്കും. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയുടെ ഭാഗമായി നാളെ കർഷക പാർലമെന്റ് നടക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കർഷക പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കും. പ്രദർശന വിപണന മേള നാളെ സമാപിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ 283.60 കോടി രൂപയുടെ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തുടക്കം കുറിക്കും. സർജിക്കൽ ബ്ലോക്ക്, കാത്ത് ലാബ്, സ്കിൻ ബാങ്ക്, മദർ ന്യൂബോൺ കെയർ യൂണിറ്റ്, ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്റർ തുടങ്ങിയവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കിഫ്ബിയിലൂടെ 257 കോടി രൂപ ചെലവഴിച്ചാണ് 33,642 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ സർജിക്കൽ ബ്ലോക്ക് സജ്ജമാക്കിയത്. സംസ്ഥാനത്തെ 2ാമത്തെ സ്കിൻ ബാങ്കാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സംസ്ഥാന പോലീസ് സേനയുടെ വിവിധ യൂണിറ്റുകൾക്കായുള്ള പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കണ്ണൂർ പെരളശ്ശേരിയിൽ നിർമ്മിച്ച AKG മ്യൂസിയത്തിന്റെയും പിണറായി പോലീസ് സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടനവും ചൊവ്വാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ പ്രചാരണത്തിന് നാളെ തുടക്കമാകും. കേന്ദ്ര IT മന്ത്രാലയം, ഇന്റൽ ഇന്ത്യ എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രചാരണം. സംസ്ഥാനത്ത് രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുന്ന സർവം AI മയം പദ്ധതിക്ക് പൊതുവിദ്യാലയങ്ങളിൽ തുടക്കമായി. ഒരു റിപ്പോർട്ട്.
ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സർവം AI മയം. ജൂൺ 30 വരെ നടക്കുന്ന പരിശീലനം രാജ്യത്ത് മുതിർന്നവർക്കുള്ള ഏറ്റവും വലിയ AI സാക്ഷരതാ യജ്ഞമാകും. മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ലളിതമായ വിശദീകരണത്തോടെയാണ് പരിശീലനം ആരംഭിക്കുന്നത്. AI ടൂളുകളുടെ സഹായത്തോടെ ചെയ്യാവുന്ന പ്രവൃത്തികൾ പരിശീലനത്തിൽ പരിചയപ്പെടുത്തും. ഡീപ് ഫേക്ക് വീഡിയോകൾ, വ്യാജ ചിത്രങ്ങൾ, ശബ്ദങ്ങൾ എന്നിവ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്താ പ്രചാരണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഇന്റർനെറ്റ് മര്യാദകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം നൽകും. പുതിയ IT ഭേദഗതി നിയമങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി രക്ഷിതാക്കളിലേക്ക് എത്തിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓസ്ട്രേലിയക്കെതിരെയുള്ള T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് ജയം. മഴ നിയമം അനുസരിച്ച് ചുരുക്കിയ മത്സരത്തിൽ 21 റൺസിനാണ് ഇന്ത്യ വിജയിച്ചത്. വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 27 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മന്ത്രി കെ രാജൻ നിർവഹിക്കും. 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരീക്ഷത്തിന് പത്തനംതിട്ടയിൽ തുടക്കം. തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 22 നടക്കുന്ന സമാപന സഭയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. 131ാം മാരാമൺ കൺവെൻഷന് സമാപനം. മാരാമൺ, ചിറയിറമ്പ്, കോഴഞ്ചേരി പള്ളികളിൽ നടന്ന പ്രത്യേക കുർബാനയ്ക്ക് വിവിധ മെത്രാപ്പൊലീത്തമാർ നേതൃത്വം നൽകി. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രാഹാമിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI സെന്റ് തോമസ് പള്ളിയിൽ നടന്നു. സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 176 റൺ വിജയലക്ഷ്യം. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് മഹാശിവരാത്രി. സംസ്ഥാനത്തൊട്ടാകെ വിവിധ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും മഠങ്ങളിലും ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ ഇന്നും നാളെയും പ്രത്യേക സർവീസ് നടത്തും. സംസ്ഥാനത്ത് SSLC മോഡൽ പരീക്ഷയ്ക്ക് നാളെ തുടക്കം. ഈ മാസം 20-ന് അവസാനിക്കുന്ന രീതിയിൽ രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് പൊതുപരീക്ഷ മാർച്ച് 5-ന് ആരംഭിച്ച് 30-ന് അവസാനിക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, പത്തനംതിട്ടയിലെ കോന്നി എന്നിവിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോതായ 8 രേഖപ്പെടുത്തി. ജാഗ്രതയുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ മേഖലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ സിറ്റി പോലീസിന് കീഴിലെ 2024-26 ബാച്ച് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നാളെ. നിയമസഭാ സ്പീക്കർ AN ഷംസീർ സല്യൂട്ട് സ്വീകരിക്കും. കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ദക്ഷിണ മേഖല അണ്ടർ 14 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കരുത്തരായ ഹൈദരാബാദിനെതിരെ 1ാം ഇന്നിംഗ്സ് ലീഡുമായി വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കി കേരളം. മത്സരം സമനിലയിൽ അവസാനിച്ചു. കണ്ണൂർ ചെറുപുഴയിലെ കർഷകനായ ഏലിയാസ് അമ്പട്ടിന്റെ മരണകാരണം കടബാധ്യതയെന്ന് ബന്ധുക്കളുടെ ആരോപണം. കീടനാശിനി ഉള്ളിൽ ചെന്ന് ചികിത്സയിലായിരുന്നു ഏലിയാസ്. ഇന്ന് പുലർച്ചെയോടെയാണ് മരണം. നിരവധി തവണ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ഏലിയാസ് കൃഷിനാശത്തെ തുടർന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായത്. കൊല്ലം പരവൂർ പുഴിക്കരയിൽ കടലിൽ കാണാതായ +1 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ആയത്തിൽ VVHSS വിദ്യാർത്ഥി കണ്ണൻ രാജ്, കരിക്കോട് TKDM സ്കൂളിലെ വിദ്യാർത്ഥി ബിബിൻ രാജ് എന്നിവരാണ് മരിച്ചത്. തെരുവുനായ പ്രശ്നം വിലയിരുത്താൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം തിരുവനന്തപുരത്തെത്തി. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാരുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെയാണ് സംഘമെത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 പുതിയ ബഹിരാകാശ സഞ്ചാരികൾ കൂടി എത്തിയതോടെ നിലയം വീണ്ടും പൂർണ്ണ സജ്ജമായി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നേരത്തെ മടങ്ങേണ്ടി വന്നവർക്ക് പകരമായാണ് പുതിയ ബഹിരാകാശ സഞ്ചാരികൾ നിലയത്തിലെത്തിയത്. ഇവർ 9 മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ തുടരും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഗവേഷണം, വിതരണ ശൃംഖല, ഗുണമേന്മ എന്നിവയിൽ സ്വകാര്യ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വേദിയാകുന്ന ആഗോള നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിഷൻ 2031 നവകേരളത്തിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അതിന് കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനത്തിനും ദുബൈയിൽ തുടക്കമായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.